ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോ ദിവസവും ദൈവത്തെ ആരാധിക്കുന്നവർ ആണ്. പക്ഷേ ഒരു ചോദ്യമുണ്ട്. നാം ആരാധിക്കുന്നത് ദൈവ ഇഷ്ടത്തിൽ ആണോ? ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്? ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചുള്ളതാണ്. ഈ വീഡിയോ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നന്മ കൊണ്ടുവരും. വചനം നമ്മോട് പറയുന്നു, വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോടെ തന്നെ ആരാധിക്കണം. സങ്കീർത്തനം 96:9 പറയുന്നു, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പിൻ, സകല ഭൂവാസികളുമായുള്ളവരെ അവൻ്റെ മുൻപിൽ നടുങ്ങുവിൻ. വിശുദ്ധ വസ്ത്രം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നല്ല വസ്ത്രം ധരിച്ച് ആരാധിക്കുക എന്നുള്ളതല്ല. വിശുദ്ധ വസ്ത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശുദ്ധമായ ഹൃദയം, പാപത്തിൽ നിന്ന് മാറിയ ജീവിതം, സത്യസന്ധമായ ആത്മാവ്. ദൈവം വിശുദ്ധനാകയാൽ അവൻ്റെ സന്നിധിയിൽ നാം ഓരോരുത്തരും വരുമ്പോൾ ഭക്തിയും ഭയവും വിനയവും ആദരവും ഉണ്ടാകണം. നിന്റെ ജീവിതം തന്നെ ഒരു വിശുദ്ധ വസ്ത്രം ആകണം. ദൈവം നോക്കുന്നത് നിന്റെ ഹൃദയമായ വസ്ത്രത്തെയാണ്, നിന്റെ ജീവിതമായ വസ്ത്രത്തെയാണ്. ശുദ്ധമായ ഹൃദയവും ദൈവത്തിന് യോജിച്ച ജീവിതവും കൊണ്ട് ആരാധിക്കുക എന്നതാണ് വചനം പറയുന്നത്. നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുക. പാപത്തിൽ നിന്ന് വിട്ടുമാറാൻ ശ്രമിക്കുക. കപടഭക്തന്മാരെ പോലെ ആകാതെ സത്യസന്ധമായി ദൈവത്തെ സമീപിക്കുക. ദൈവം നിന്റെ വസ്ത്രമല്ല, നിന്റെ ഹൃദയമാണ് കാണുന്നത്. അതിനാൽ ശുദ്ധമായ ഒരു ഹൃദയം പണിതെടുക്കുക. നിന്റെ ജീവിതത്തിൽ പല വെല്ലുവിളികളും നീ നേരിട്ടെന്ന് വരും. നീ ഒറ്റയ്ക്കായി പോയി എന്ന് വരും. നിന്റെ ജീവിതത്തിൽ എല്ലാവരും നിന്നെ കൈവിട്ടു എന്ന് വരും. നീ വിശുദ്ധനെ വിശുദ്ധിയോട് കൂടി തന്നെ ആരാധിച്ചാൽ ഉറപ്പായും നിന്റെ ജീവിതത്തിൽ നഷ്ടങ്ങളെക്കാൾ നന്മകൾ വന്നു ചേരും. വലിയ നന്മകൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് നൽകുവാൻ തക്കവണ്ണം അവൻ വലിയവനാണ്. ഈ വചനത്തെ നീ മനസ്സിലാക്കി ഹൃദയത്തെ വിശുദ്ധമാക്കി ദൈവ ഇഷ്ടത്തോടുകൂടി പ്രാർത്ഥിക്കണം. ഈ വചനത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവവിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ എത്ര വലിയ കുഴിയിൽ വീണുപോയാലും അവിടുന്ന് ഒരു പോറൽ പോലും ഏൽക്കാതെ എന്നെ കൈപിടിച്ച് ഉയർത്തുവാൻ തക്കവണ്ണം ശക്തനായ ഒരു ദൈവം നിൻ്റെ ജീവിതത്തിൽ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം നിൻ്റെ ഹൃദയത്തിൽ അവിടുന്ന് ഉറപ്പിക്കുക. കല്ലിൽ കൊത്തിയ അക്ഷരം പോലെ നിൻ്റെ ഹൃദയത്തിൽ അത് പതിപ്പിച്ചു വയ്ക്കുക. ഈ വചനപ്രകാരം നീ വിശുദ്ധനെ വിശുദ്ധിയോടുകൂടി തന്നെ ആരാധിക്കുമ്പോൾ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉറപ്പായും ലഭിക്കും. ആമേൻ.